അപ്പം തലശ്ശേരി വന്നിരിക്കുകയാണ്. ഇപ്പം വിഷുവിൻ്റെ തിരക്കായതുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വെച്ചാൽ തലശ്ശേരി വൈകുന്നേരം വിഷുവിൻ്റെ തലേന്നില്ല കച്ചവടവും ഷോപ്പിംഗ് എല്ലാം കൂടെ കാണിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും ഈറ്റ് ആൻഡ് സീയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോയിൽ വിഷുവിൻ്റെ തലേന്നില്ല ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം. തലശ്ശേരി ചെറിയൊരു ടൗൺ ആയതുകൊണ്ട് വഴിയോര കച്ചവടങ്ങൾ കുറവാണ്. ആ ഭാഗത്ത് പഴയ സ്റ്റാൻഡ് ഭാഗത്താണ് കൂടുതലും കച്ചവടങ്ങളുള്ളത്. ആളും കോളും എല്ലാം കുറവാണ്. കണ്ടോ, ഇവിടെ റോഡുമലെല്ലാം വണ്ടി കുറവാണ്. വിഷു സംബന്ധിച്ച് തലശ്ശേരി വഴിയോര കച്ചവടങ്ങളെല്ലാം ഒന്ന് നോക്കാം. നമുക്കിങ്ങനെ നടന്ന് കാണാം. തലശ്ശേരി തിരക്കുണ്ട് അത്യാവശ്യം. പഴയ ബസ് സ്റ്റാൻഡ് ഭാഗം, ഫ്രൂട്ട്സിൻ്റെ കട, ഡ്രസ്സിൻ്റെ കട, വിഷുക്കണി വെക്കാൻ വേണ്ടി മാങ്ങ കൊന്ന. കണി എങ്ങനെയാ പൈസ? 50. മാങ്ങയും ഇതും കൂടെ. ഫ്രൂട്ട്സ് ഉണ്ട്, കണിക്ക് 50 റുപ്യ, മാങ്ങയും കൊന്നപ്പവും കൂടെ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഒന്ന് കറങ്ങി അടിച്ച് നോക്കാം. മാർക്കറ്റിൽ ഇന്നലെയെല്ലാം അടക്കയും കൊപ്പരയെല്ലാം വിൽക്കാൻ നല്ല തിരക്കായിരുന്നു. ഇവിടെ എല്ലാം ബൈക്ക് വെച്ച് ബ്ലോക്കാക്കിയിരിക്കുക. സാധാരണ ഇങ്ങനെ തിരക്കുണ്ടാവില്ല, വിഷു ആയതുകൊണ്ടില്ല തിരക്കായത്. കൊന്നപ്പൂ എല്ലാം അടക്കം റെഡിമെയ്ഡ് കിട്ടാനുണ്ട്. എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിൽ കണിവെക്കേണ്ട കിറ്റ് അടക്കം കൊടുക്കുന്നുണ്ട്. പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം ആയിട്ട് പച്ചക്കറി പീടികയിലെല്ലാം നല്ല തിരക്കാണ്. അപ്പോൾ ഇത് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് ഭാഗം. ജ്യൂസ് കട, ഷെയ്ക്ക്, ഇവിടെ തുണീൻ്റെ കച്ചവടങ്ങൾ, പലതരം ഫ്രൂട്ട്സ്, തുണികൾ, ഷീറ്റ്, ബെഡ്ഷീറ്റ്സ്, ടേബിൾ ഷീറ്റ്, പാൻസ്, ഡ്രസ്സ്, ഡ്രസ്സെല്ലാം ഫിക്സ് പ്രൈസ് 200 റുപ്യ. തുണിത്തരങ്ങൾ, കുട്ടികളുടെ ഡ്രസ്സുകൾ എല്ലാം ഫിക്സ് പ്രൈസ്. ഇപ്പം ഇതെല്ലാം ഈ വിഷുവിന് 2 ദിവസം മാത്രമേ ഉണ്ടാവും. ഡ്രസ്സുകൾ, കുട്ടികളുടെ ഡ്രസ്സുകൾ, ലേഡീസിൻ്റെ കമ്മൽ, ചീർപ്പ്, ഹെയർ ബാൻഡ്, തോർത്ത്, കൈത്തിരി, മുണ്ടുകൾ, ഹാൻഡ്ടെക്സ്. ഇത് പിന്നെ വിജയ ബേക്കറി സൈഡിൽ, അതിൻ്റെ സൈഡിലായിട്ട് ബെഡ്ഷീറ്റ്സ്, മുണ്ട്. ഓ ഇവിടെ നല്ല തിരക്കായി. വഴിയോര കച്ചവടങ്ങൾ, തുണിത്തരങ്ങൾക്കെല്ലാം നല്ല തിരക്കാണ്. മയിൽപ്പീലി കണ്ടോ, മയിൽപ്പീലി. कैसा कैसा एक कैसा? हाँ, ये 50 का. ये क्या ऐसा? हवा का नहीं, शो का. മയിൽപ്പീലി ഷോവിനെ വെക്കണ്ട 50 റുപ്യ. അധികം തുണിത്തരങ്ങളാണ് കൂടുതലും ഉള്ളത്. ഡ്രസ്സ്, ഷോർട്സ്, വീട്ടിൽ നിന്നിടുന്ന ബെഡ്ഷീറ്റ്സ്, തോർത്തുകൾ, മുണ്ടുകൾ, ഈ ഭാഗം എല്ലാം കച്ചവടം, വഴിയോര കച്ചവടങ്ങൾ.
ഇതിപ്പോൾ ബോംബെയിലും ബാംഗ്ലൂരും ഡൽഹിയിലെല്ലാം കാണുന്ന പോലെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ തലശ്ശേരി. കാരണം ഇത് ഇവിടെ തലശ്ശേരിയെല്ലാം അപൂർവ കാഴ്ചകളാണ്. വിഷുക്കൊന്ന, വിഷുക്കണി, വിഷുക്കണി വെക്കാം. മാങ്ങ, കൊന്ന, ചക്ക, പിന്നെന്താ പച്ചക്കറികൾ. പഴയ സ്റ്റാൻഡായ ഭാഗമാണ്. പഴയ സ്റ്റാൻഡ് ഭാഗം തിരക്കിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ആള് അത്രയില്ല, എന്നാലും അത്യാവശ്യം ആളുണ്ട്. ഈ ഏരിയയിലെ തിരക്കില്ലോ. അധികം തുണിയും കാര്യങ്ങളല്ല. അവിടെ ജയഭാരതി ബേക്കറി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കാന്ന് വെച്ചിട്ടാണ് ഒന്ന് വന്നത്. ഈ ആൾക്കാർ കൂടി നിൽക്കുന്ന എല്ലാം സാധനങ്ങൾ വിൽപ്പനൊക്കെ ഇല്ല. ഷർട്ടുകൾ, മുണ്ടുകൾ, ജീൻസ്, ടീഷർട്ട്, കാഷ്വൽസ്, ചെറുതും വലുതായിട്ടെല്ലാം ഉണ്ട്. 2 100, രണ്ട് ഷർട്ടിന് 100. ₹100 രണ്ട് ഷർട്ട് 100. നല്ല ഓഫറല്ലേ? ₹50 ഒരു ഷർട്ട്. പാൻറ്റെല്ലാം പലയിടത്തും കൊണ്ട്. ജീൻസല്ല, കോട്ടൺ പാൻസ്. സംഗതി കുറേ ഉണ്ട് കേട്ടോ. സംഗതി കുറേ ഉണ്ട്. ഷർട്ടും പാൻറ്റും ഡ്രസ്സും എല്ലാം ആയിട്ട് കുറേ ഉണ്ട്. കഴിഞ്ഞു, വഴിയോര കച്ചവടങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ കടകളെ ഇല്ല ഇവിടെയെല്ലാം. അപ്പോൾ ആ ഏരിയകളിൽ തന്നെയാണ് കച്ചവടങ്ങളില്ലത്. ഒന്ന് നടന്നു നോക്കാം അല്ലേ? നോക്കാം, പറ്റുമെങ്കിൽ കാണിച്ചു തരാം. പക്ഷേ ഇവിടെ അത്ര ആൾ കാണുന്നില്ല ഇന്ന്. ഇപ്പോൾ തലശ്ശേരി ആസ്പത്രി ഭാഗമായി. ഇതിൻ്റെ ബാക്കിൽ മീൻ മാർക്കറ്റ്. സമയം 6 മണിയായി. അപ്പോൾ ഫാമിലിയെല്ലാം വന്ന് സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഈ സമയം ആൾ വരേണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് ഹാർബർ സിറ്റി ഷോപ്പിംഗ് സെൻറ്റർ തലശ്ശേരി. അതിൻ്റെ നേരെ ബാക്കിൽ മീൻ മാർക്കറ്റ്. കടപ്പുറത്ത് അങ്ങോട്ടേക്ക് പോകുന്നില്ല. പുതിയ സ്റ്റാൻഡിൽ എന്താ സ്ഥിതി എന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. ഈ ഭാഗത്ത് ഫ്രൂട്ട്സും ഡ്രസ്സും കാര്യങ്ങൾ തന്നെയാണ് കൂടുതലുള്ളത്. പിന്നെ അതന്നെ കണി വെക്കേണ്ട കാര്യങ്ങളും. ചക്കയൊന്നും മൂത്തിട്ടില്ല കണ്ടിട്ട്. ഏതായാലും ചിത്രവാണി റോഡിലൊന്ന് നടന്നു നോക്കാം. അങ്ങോട്ടേക്ക് കുറച്ച് ആളും കോളും കാണുന്നത്. ആ വഴി അങ്ങനെ പുതിയ സ്റ്റാൻഡിലേക്ക് പോയിട്ട് മടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. സൈഡിൽ ചക്കയെല്ലാം നിരത്തി വെച്ചതിന്, ചെറിയ ചക്കയല്ലോ കണ്ടോ. ചക്ക എങ്ങനെയാണ് വില? കിലോനാ അല്ലെങ്കിൽ എണ്ണത്തിനാ? എണ്ണത്തിനാ. എങ്ങനെ വില? എങ്ങനെ? വലുതിന് 100, ചെറുത്. ഇത് കടച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക അല്ല? ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവും.
പഴുക്കോ? ഇല്ല, മൂത്തയല്ല. മൂത്തിട്ടില്ല. പച്ച കറി വെക്കാനാ? ഇത് മൂക്കുവോ? മൂത്ത. ആ, ഓക്കെ. ചെറിയ ചള്ളും എല്ലാം പറിച്ചു വന്നിട്ടുണ്ട്. ഇത് കായ്പീടി കേട്ടോ, വെളിച്ചെണ്ണ പീടിയൻ്റെ ബാക്കിൽ, തലശ്ശേരി. പ്ലാസ്റ്റിക് അല്ല, അതിലുണ്ട്. പ്ലാസ്റ്റിക് കൊന്നിറങ്ങിയിട്ടുണ്ട് ഫ്രം ചൈന. കൊന്നപ്പൂ പ്ലാസ്റ്റിക്. ദൂരത്തുനിന്ന് കാണുമ്പോൾ ഒറിജിനൽ പോലെയുണ്ട്. അപ്പോൾ ഇത് പഴയ സ്റ്റാൻഡ് വെളിച്ചെണ്ണ പീടിയൻ്റെ എല്ലാം ബാക്കിലുള്ള ഏരിയയാണ്. ഇവിടെയൊന്നും ആളില്ല. ഇവിടെയെല്ലാം സാധാരണ ഒരു ദിവസം പോലെ തന്നെ ഇല്ല. പൊതുവെ ആൾ കുറവാണ്. ആ ഭാഗത്ത് മാത്രം കുറച്ച് ആൾക്കാരേ ഇല്ല. ഇത് കായ്പീടിയ, അശോക ബേക്കറി, NS ചിപ്സ്. കായ്പീടിയ ചിപ്സ്, മിച്ചർ, പലഹാരങ്ങൾ. അച്ചപ്പം, റസ്ക്, കേക്ക്, മെയിനായിട്ട് കായ് വറുത്ത മിച്ചർ. നമ്മൾ നേരെ അരുൺ ഇലക്ട്രോണിക്സിൻ്റെ മുമ്പിലെത്തി. അല്ലെങ്കിൽ പണ്ടത്തെ ശങ്കുണ്ണി. പഴയ സ്റ്റാൻഡ് തന്നെയാണ്. ചിത്രവാണി റോഡ് ഇങ്ങോട്ട് വന്ന് മുട്ടും. അപ്പോൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ MRA ബേക്കറി. ഈ റോഡിന് കുറച്ച് ആളുണ്ട്. ഇത് വൺ വേ. പുതിയ സ്റ്റാൻഡിൽ നിന്നെല്ലാം ബസ് പഴയ സ്റ്റാൻഡിലേക്ക് ഈ വഴിയെ ടച്ച് ചെയ്ത് പോവുക. അപ്പോൾ MRA ബേക്കറി പൂട്ടിയില്ലോ. ഇപ്പോൾ റെനോവേഷൻ. ആ ലെഫ്റ്റിലായിരുന്ന MRA ബേക്കറി അത് പൂട്ടീന്. ഭഗവതി അഞ്ചരക്കണ്ടി തലശ്ശേരി മെമ്പറും പിണറായി ബസ്. പുതിയ സ്റ്റാൻഡിൽ നിന്ന് പഴയ സ്റ്റാൻഡ് വഴി നേരെ പിണറായിക്ക് പോകുന്ന ബസ്സാണ് അതെല്ലാം. ഓഫർ കുറേ ഇട്ടിട്ടുണ്ട് സൈഡിലെല്ലാം. 2 ഷർട്ട് 799, 1 ഷർട്ട് 499. ഓഫർ ഒരുപാട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഓഫറിനനുസരിച്ചിട്ട് ആളൊന്നും കയറുന്നില്ല. ചിലപ്പോൾ കടകളിലൊന്നും. വിളക്കിൻ്റെ കടയിലെല്ലാം ആളുണ്ട്. ഇതാണ് വിളക്കിൻ്റെ കടകൾ. വിളക്ക്. അപ്പോൾ ഈ വിഷുവിന് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിക്കാം, വിളക്കും കാര്യങ്ങളെല്ലാം. അതതിൻ്റെ ഓപ്പോസിറ്റ് അതും ഒരു വിളക്കിൻ്റെ കടയാണ്. ഗൃഹലക്ഷ്മി. അപ്പോൾ ഇതാണ് OV റോഡ്. OV റോഡ്. OV റോഡ് എപ്പോഴും തിരക്കാം. അപ്പോൾ പണ്ട് ചിത്രവാണി ടാക്കീസ് ഇവിടെയായിരുന്നു, OV റോഡിൽ നേരെ മുമ്പിൽ. അപ്പോൾ ബസ് ഇങ്ങനെ വന്ന് പുതിയ സ്റ്റാൻഡിലേക്ക് ഈ വഴിയാണ് കയറുക. ഇവിടെയെല്ലാം വഴിയോര കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചെരുപ്പെല്ലാം ആദ്യം ഇല്ലത്. അപ്പോൾ ഇത് പുതിയ സ്റ്റാൻഡിലേക്കില്ല വഴിയായത്. ഓ, ഇവിടെയൊന്നും വഴിയോര കച്ചവടങ്ങളില്ല. പണ്ടേ ഇല്ല, കടകളിലില്ല, കുറച്ച് ആൾക്കാരേ ഇല്ലോ. ട്രൗസർ കൊടുക്കുന്നുണ്ട് സൈഡിൽ. അപ്പോൾ നേരെ ഈ റോഡ് നേരെ ചെന്നെത്തുക പുതിയ സ്റ്റാൻഡിലേക്കാണ്. അപ്പോൾ ഈ റോഡ് NCC റോഡ് എന്നാണ് പറയുക. ഈ റോഡ് NCC റോഡ്. OV റോഡിൽ നിന്ന്
പഴയ ചിത്രവാണി ടാക്കീസ് അതിൻ്റെ മതിലിൻ്റെ സൈഡിൽ കൂടെ NCC റോഡിലേക്ക് വന്ന് ഇവിടെ ഐസ്ബർഗ് എല്ലാം പൂട്ടിയെല്ലാം റൈറ്റിൽ ഐസ്ബർഗ് ഉണ്ടായിരുന്നു, എല്ലാം പൂട്ടി. ഇപ്പോൾ അപ്പുറത്തായി ഐസ്ബർഗ്, മറ്റേ മെയിൻ അങ്ങ് അപ്പുറത്തേക്ക് എന്ന് പറയുമ്പോൾ മുകുന്ദ് ജംഗ്ഷനിലേക്ക് പോകുന്ന പഴയ ബസ് അവിടെ നിന്ന് വന്ന് വളഞ്ഞ് നേരെ സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. ബസ്സെല്ലാം വളഞ്ഞിട്ട് ഇവിടെ നിന്നൊരു 50 മീറ്ററും കൂടെ പോയാൽ പുതിയ സ്റ്റാൻഡായി. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് നോക്കാൻ വേണ്ടി എന്തൊക്കെയാണ് തലശ്ശേരി വിഷുവിനുള്ള പരിപാടികൾ, വിഷുവിന് എന്തൊക്കെയാണ് ഉള്ളത്, വിഷുവിൻ്റെ എന്താ ഷോപ്പിംഗ് എല്ലാം അത് നോക്കി ഇറങ്ങിയതാണ്. അപ്പോൾ കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ല. ആ ഒരു ജയഭാരതീൻ്റെ ഭാഗത്ത് മാത്രം ഒരു തിരക്കില്ല. ഇതെന്താ ഇവിടെ ചെരുപ്പ് തൂക്കി വെക്കുന്നുണ്ടോ? ലേഡീസിൻ്റെ ഒരു ബഹളവും തിരക്കും. ചെരുപ്പ് ഓഫറിൽ വെക്കുന്നുണ്ട് ഇവിടെ. ബാഗ് കടയാണ്, ബാഗും ചെരുപ്പും. അപ്പോൾ ഇവിടെയെല്ലാം തിരക്ക് വേണ്ടത്. വഴിയോര കച്ചവടങ്ങളെല്ലാം ഇവിടെയെല്ലാം വേണ്ട ശരിക്കും. പക്ഷേ ഇവിടെ ഒന്നും കാര്യമായിട്ടില്ല, എന്താണെന്നറിയില്ല. ജനങ്ങളുടെ അടുത്ത് പൈസ ഇല്ലേ. ഇതേതാ മസ്താങ് അബുദാബി രജിസ്ട്രേഷൻ 36395 ഹണി കേക്ക്. ഒരു മസ്താങ് വണ്ടി അബുദാബി രജിസ്ട്രേഷൻ, നല്ല വണ്ടി. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല, പോവാം. മഞ്ഞ കളറ് ഫോർഡ് മസ്താങ് അബുദാബി രജിസ്ട്രേഷൻ വണ്ടി. അവിടെ നിന്ന് ടെമ്പററി ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിയാ ഓടിക്കാൻ. എനിക്ക് തോന്നുന്നു ഏതോ ഷിപ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ പൈസയെല്ലാം കൊടുത്ത് 6 മാസം വരെയാണെന്ന് എനിക്ക് തോന്നുന്നു. ചില പിള്ളേരങ്ങനെ ചെയ്യുന്നുണ്ട്. സൂപ്പറല്ലേ, നല്ല വണ്ടിയാണ്. ഇവിടെ വന്ന് സൂപ്പർ പ്രീമിയം പെട്രോൾ അടിക്കേണ്ടി വരും. പ്രീമിയം പെട്രോളിന് ഇപ്പം വില കൂട്ടിയില്ലേ. സാധാ പെട്രോളിന് 105 പ്രീമിയം പെട്രോളിന് ഏകദേശം 110 മുകളിലുണ്ട് ലിറ്ററിന്. 112 113 ഏകദേശം 115 അടുത്തുണ്ട് പ്രീമിയം പെട്രോൾ. അപ്പോൾ ഇത് ബസ് സ്റ്റാൻഡ്, നേരെ കാണുന്ന തലശ്ശേരി ബസ് സ്റ്റാൻഡ്. തലശ്ശേരിയിലെ വഴിയോര കച്ചവടങ്ങൾ നോക്കി ഇറങ്ങിയതാണ് വിഷുവിൻ്റെ തലേന്ന് ഇന്ന്. അപ്പോൾ പുതിയ സ്റ്റാൻഡിൽ എന്തെല്ലാം വഴിയോര കച്ചവടങ്ങളില്ല നമുക്ക് നോക്കാവുന്ന. പുതിയ സ്റ്റാൻഡിൽ ഇത് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് വഴിയോര കച്ചവടങ്ങൾ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. പഴയ സ്റ്റാൻഡിലൊന്ന് നോക്കി വന്ന്, ഇതിപ്പം പുതിയ സ്റ്റാൻഡിൽ ഇത് ജീൻസ് ഇതെല്ലാം വാഷ് ചെയ്തിട്ട് ജീൻസ് യൂസ്ഡ് അങ്ങനെ. സൈഡിൽ ടീഷർട്ട്സ് കൊടുക്കുന്നുണ്ട്. യൂസ്ഡ് വാഷ് ചെയ്ത് റീയൂസ് ചെയ്ത ഡ്രസ്സുകളെല്ലാം മാർക്കറ്റിൽ ഇങ്ങനെ ചെറിയ പൈസക്ക് സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് സോർട്ട് ഔട്ട് ചെയ്ത് ബോംബെയിൽ ഞാൻ സോർട്ട് ഔട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോ വെയർ ഹൗസിലും ഗോഡൗണിലെല്ലാം വെച്ചിട്ട്. പിന്നെ ചെന്നൈയിൽ ചെയ്യുന്നുണ്ട്, പോർട്ടില്ല സ്ഥലങ്ങളിൽ ഇത് ചെയ്യുന്നുണ്ട്. ഇത് കുറേയെല്ലാം പുറത്തുനിന്ന് വരുന്നുണ്ട്. ചില കുറേയെല്ലാം ഇന്ത്യയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തുണ്ട് സോർട്ട് ഔട്ട് ചെയ്യുന്ന. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകളും ഈ മാർക്കറ്റുകളിൽ കൊടുക്കുന്നുണ്ട്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ചന്തകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വഴിയോര കച്ചവടം. ഇവിടെ പച്ചക്കറി, ഫ്രൂട്ട്സ്. പുതിയ സ്റ്റാൻഡിൻ്റെ പരിസരമാണ്. മാങ്ങ, പേരക്ക വരുന്നതെല്ലാം എന്ന് പറയുമ്പം വലിയ ഉള്ളിൽ തുണിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഉള്ളിൽ മാങ്ങേൻ്റെ സീസണായി ഇപ്പം. പല വെറൈറ്റി മാങ്ങ. 2 കിലോ 100 മാങ്ങ. ഒന്നാമത് എക്സ്പോർട്ട് ഇപ്പം പോകുന്ന കുറഞ്ഞ്, ഷിപ്പിങ്ങിൻ്റെ പ്രശ്നമെല്ലാം ഈ
അങ്ങനെ ലോജിസ്റ്റിക്സിൻ്റെ ഒരു പ്രശ്നം കാരണം പച്ചക്കറി ഫ്രൂട്ട്സിന് കുറച്ചൊരു വില കുറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഫ്രൂട്ട്സിന് മുടിഞ്ഞ വിലയാണ്, ഡബിൾ റേറ്റ്. ആപ്പിളിനെല്ലാം 200, 220, 250 റുപ്യ ഉണ്ടായിരുന്ന ആപ്പിളിന് ഇപ്പം ഒറ്റയടിക്ക് 450, 460 റുപ്യല്ല കിലോ. ഇതെല്ലാം വഴിയേറെ കച്ചവടങ്ങളാണ് എല്ലാം. കണ്ണിമാങ്ങ, ഓറഞ്ച്, ഈ ഫ്രൂട്ട്സ് എല്ലാം ആൾ കണി വെക്കാനെല്ലാം ഫ്രൂട്ട്സ് മേടിക്കുന്നു. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തി. ഫ്രൂട്ട്സിന് എന്താ ഡിമാൻഡ് എന്ന് വെച്ചാൽ കണി വെക്കുമ്പോൾ സർവത്ര ഫ്രൂട്ട്സും സർവത്ര പച്ചക്കറികളും എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി കണിയിൽ വെക്കും. അത്രയ്ക്ക് ആവശ്യമുണ്ടോ? പണ്ടൊന്നും അങ്ങനെയില്ല. ഇപ്പം പിന്നെ സമൃദ്ധി എന്നുള്ള ഒരു പേരും പറഞ്ഞിട്ട് സകല ഫ്രൂട്ട്സ്, സകല പച്ചക്കറി അങ്ങനെ നിറച്ച് ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. ഇപ്പം സമയം 6:30 ഇപ്പോൾ എല്ലാം തിരക്കിൻ്റെ സമയമാണ്. പക്ഷെ കാര്യമായിട്ട് ആളും കോളൊന്നും കാണുന്നില്ല. ഞാൻ വിചാരിച്ചു വിഷു ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും, വഴിയോര കച്ചവടത്തിനെല്ലാം ആളുണ്ടാവുന്നു. വഴിയോര കച്ചവടമൊന്നും കാര്യമായിട്ടില്ല. കടകളിൽ വരെ കച്ചവടമില്ല, നല്ല ബാക്കി വഴിയോരങ്ങളിൽ എല്ലാം ആളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞ് കളിക്കുക. ഡ്രസ്സെല്ലാം കൈയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരയാന്നല്ലാണ്ട് മേടിക്കൽ കുറവാണ്. ഏതോ ആളെടുത്ത് പൈസയില്ല ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ മേടിക്കൽ കുറവാണ്. ഇത് കണ്ട് ഇപ്പം സ്റ്റാൻഡിലും ആൾ കുറവാണ്. അല്ലെങ്കിൽ ഈ സമയം പോവും വരികയെല്ലാം ചെയ്യേണ്ട സമയം. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടേക്കും കൂടെ പോയി എന്താ സ്ഥിതി നോക്കാം. ഇവിടെ പിന്നെ എപ്പോഴും ഈ ഡ്രസ്സും കാര്യങ്ങളും ചെരുപ്പും ഈ ഭാഗത്ത് എപ്പോഴും ഉണ്ടാവും. ഈ പുതിയ സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് MRA ബേക്കറി, ഈ കാണുന്ന ഷവർമയെല്ലാം ഉണ്ടാവലുണ്ട് ഇപ്പം. ഉണ്ടല്ലോ, കുത്തി കൊടുക്കുന്നുണ്ടല്ലോ ഷവർമ MRA ബേക്കറിയിൽ. ഇവിടെ ഒരുവിധം മുകളിൽ കൂൾ ബാർ, ബേക്കറി ആൻഡ് കൂൾ ബാർ. അപ്പോൾ ഇത് MRA ബേക്കറി. ഇവിടെ ഷവർമ, ഹൽവ, ബേക്കറി ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഉണ്ട്. സാധാ ഹൽവ, ഷവർമ. അപ്പോൾ അത് MRA ബേക്കറി ആൻഡ് കൂൾ ബാർ. മുകളിൽ ഷവർമ, സാൻഡ്വിച്ചസ്, ജ്യൂസസ്, ഐസ്ക്രീംസ്, ഫലൂദ. ഇതെല്ലാം പിന്നെ പെർമനൻ്റ് കടകളാണ്. ഇതെല്ലാം എപ്പോഴും ഈ കടകളുണ്ട് ഇവിടെ. ഈ അങ്ങോട്ട് കുറേ ചെരുപ്പ് കടകളാണ് ഈ സൈഡിൽ. ഇവിടെയെല്ലാം രണ്ട് സൈഡിൽ 150 റുപ്യ ഒരു പെയർ. ലേഡീസ് ചെരുപ്പുകൾ 150. അവിടെ ഒരു പുതിയ കട തുടങ്ങിയല്ലോ, ജ്യൂസിൻ്റെ ഫ്രഷ് ജ്യൂസ്, പപ്പായ എന്ന കോക്ടെയിലാണ്. കണ്ണൂർ കോക്ടെയിൽ ജ്യൂസ് കട. സ്ഥിരം കടകൾ. ഇത് ഒരു ജ്യൂസ് കട ഇവിടെ തുടങ്ങി. ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തുള്ള ജ്യൂസ് കട ബാക്കിലോട്ടും അതിൻ്റെ ഓപ്പണിങ് വെച്ചിട്ട്. ഇവിടെയെല്ലാം കാലിയാണല്ലോ. ഇവിടെയെല്ലാം ഈ ഭാഗം മുഴുവൻ ഒരു കുട്ടിയില്ലാതെ ഇവിടെയൊന്നും ഫുൾ കാലി. അല്ലെ വിഷുവിൻ്റെ തലേയിൽ നിന്നെല്ലാം തകൃതിയിൽ കച്ചവടം നടക്കേണ്ട ഇന്ന് ഇങ്ങനെ കാലി കാണുന്നു ഇവിടെ. കഷ്ടം തന്നെ. ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് കച്ചവടം പ്രതീക്ഷിക്കുന്നത്. ആ ദിവസങ്ങളിൽ വരെ ഇങ്ങനത്തെ അവസ്ഥയായിപ്പോൾ.
എന്താ പറയണ്ടേ. അപ്പോൾ നമ്മൾ നേരെ പുതിയ സ്റ്റാൻഡിലാണ് ഇല്ലേ, റൈറ്റിൽ KFC, ബൂട്ട്സ്. ഇപ്പോൾ തലശ്ശേരിയിലെ ആൾക്കറിയാം KFC, ലാഫെയർ മൾട്ടി ക്യുസീൻ റെസ്റ്റോറൻറ്റ്, KFC ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങോട്ട് നേരെ പോയി റൈറ്റ് എടുത്താൽ മാഹി. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ ഏകദേശം പഴയ സ്റ്റാൻഡിൽ നിന്ന് പുതിയ സ്റ്റാൻഡിലേക്ക് വന്ന് കാര്യങ്ങളെല്ലാം കാണിച്ചെന്ന്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബ്രൈറ്റൊന്നും ഇല്ല, കച്ചവടമെല്ലാം ഡള്ളാന്ന് കണ്ടിട്ട്. അല്ലെങ്കിൽ നല്ലൊരു തിരക്ക് വേണ്ട സമയമായത്. ഈ റോഡെല്ലാം കച്ചവടത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. തലശ്ശേരി കടകളെല്ലാം ഈ റോഡിലെല്ലാം ഇല്ല. ഇവിടെ ഒന്നും കാര്യമായിട്ട് ആളില്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ കച്ചവടം ഡൗണാണ്. ഏതായാലും ഇതൊക്കെയാണ് വിശേഷങ്ങൾ തലശ്ശേരി. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തലശ്ശേരി പുതിയ പഴയ ബസ് സ്റ്റാൻഡ് രണ്ട് ഭാഗത്തേയും നമ്മൾ വിഷുവിൻ്റെ കച്ചവടങ്ങളെല്ലാം കണ്ട്. കച്ചവടമൊന്നുമില്ല, എന്നാലും വിഷുവിൻ്റെ തലേന്നില്ല എങ്ങനെയാണെന്ന് സിറ്റുവേഷൻ അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന്. കാര്യങ്ങൾ അത്ര ഭംഗിയല്ല, എന്തായാലും മനസ്സിലാക്കി കണ്ടു. അല്ലേ നമ്മൾ വിചാരിക്കും തകൃതിയിൽ കച്ചവടം നടക്കുന്നുണ്ട്. ഏതായാലും പോകുന്ന വഴിക്ക് കുറച്ച് പടകെല്ലാം മേടിച്ചിട്ട് പോകണം. അപ്പോൾ ഹാപ്പി വിഷു ടു ഓൾ. ടേക്ക് കെയർ ആൻഡ് എൻജോയ് ഫ്രം ഈറ്റ് ആൻഡ് സീ. ഗുഡ് ബൈ. അപ്പോൾ ഇത് ലോഗൻസ് റോഡാണ് തലശ്ശേരി. ഇവിടെ എന്താ സ്ഥിതി? എവിടെയും സ്ഥിതി അതൊക്കെ തന്നെയാണ് ഇവിടുത്തെയും സ്ഥിതി. മെച്ചമൊന്നുമില്ല. വിഷുവിൻ്റെ തലേന്നായിട്ട് കുറച്ച് ചെറിയ കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് കടേൻ്റെ പുറത്ത്. ലോഗൻസ് റോഡ് തലശ്ശേരി. അപ്പോൾ അവിടെ നേരെ കാണുന്ന മുമ്പിൽ പോയി എത്തുന്നത് ജംഗ്ഷൻ, മുകുന്ദ ജംഗ്ഷൻ. പണ്ട് മൂന്ത് ടാക്കീസ് ഉണ്ടായിരുന്നു അവിടെ. അധികം ഹിന്ദി സിനിമയെല്ലാം കളിക്കും മൂന്ത് ടാക്കീസിൽ. ഇത് നേരെ അവിടെ തലശ്ശേരി പഴയ സ്റ്റാൻഡിൽ ചെന്നെത്തു. ഈ ലോഗൻസ് റോഡ്. ഇവിടെ സൈഡിൽ നടക്കാനെല്ലാം നന്നാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചായി, ഒരു 5-6 മാസമായി. റോഡെല്ലാം കോൺക്രീറ്റ് ഇട്ട് പൊന്തിച്ച് രണ്ട് ഭാഗം ഡ്രെയിനേജെല്ലാം കെട്ടി നന്നാക്കിയിട്ടുണ്ട് തലശ്ശേരി ടൗണിലെ റോഡുകൾ. SBI ബാങ്ക് ATM ഇവിടെയാണ്. പാലൈസ് ഈ ഭാഗത്ത്. UP ഉത്തർപ്രദേശ് രജിസ്ട്രേഷനിലെ കറുപ്പ് ഫോർച്യൂണർ UP രജിസ്ട്രേഷൻ. അപ്പോൾ പാലൈസാണ് ഇവിടെ റൈറ്റിൽ ഐസ്ക്രീമിൻ്റെ കട. ബസ് സ്റ്റാൻഡിലേക്ക് തിരിഞ്ഞു പോകുന്ന റോഡാണ്. മുസ്ലിം പള്ളിയിൽ ബാങ്ക് കൊടുത്തു തുടങ്ങി. അപ്പോൾ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ കയറാം. പാരീസ് ഹോട്ടലിൽ.
ഇത് ഇവിടെ കാണുന്ന ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പാരീസ് ഹോട്ടലായി. അവിടെ എന്താ കുറച്ച് ആൾക്കാരൊക്കെ കാണുന്ന തുണിക്കച്ചവടം തന്നെ. അതാ ഇവിടെ ആൾത്തിരക്ക്. തുണി, ചെരുപ്പ്, ഫുട്വെയർ. എത്രയാ? ഫിക്സ് പ്രൈസാ. നോ എക്സ്ചേഞ്ച്, നോ റീഫണ്ട്. ചെരുപ്പുകൾ, ഡ്രസ്സുകൾ. വില എന്താ? ഇവിടെ ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ കടൽപ്പാലം റോഡായ. ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ പാരീസ് ഹോട്ടൽ കാണിച്ചു തരണ. അങ്ങോട്ടൊന്ന് പോയി കാണിച്ചു തരാം ഗലി കൂടെ. ആ ഹാ പുനലൂർ KSRTC, മൂവാറ്റുപുഴ, തൊടുപുഴ, പാല, പൊൻകുന്നം. എവിടെയൊന്നും പോയിട്ടില്ല, പോകണം. എരുമേലി, റാന്നി, പത്തനംതിട്ട, പത്തനാപുരം. പത്തനാപുരത്ത് നിന്ന് വരുന്ന വണ്ടിയല്ലേ. പത്തനാപുരം എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാർ. തലശ്ശേരി, കോഴിക്കോട്. ഓഹോ, ഗണേഷ് കുമാർ ജീൻ്റെ മിനിസ്റ്റർ, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഗണേഷ് കുമാർ. ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഗണേഷ് കുമാറിൻ്റെ പത്തനാപുരം കോൺസ്റ്റിറ്റ്യുവൻസി. കേരള ഫയർഫോഴ്സിൻ്റെ ഒരു വണ്ടി. അല്ല, പുതുക്കേണ്ട ടൈമായി. ഡയൽ 101. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങാം, അതാ നല്ല. റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല, വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഫോക്കസ്, ജെൻസൺ ബോയ്സ്. നല്ല തിരക്കാണുള്ള കടയിൽ 50% ഓഫ്. ഓട്ടോ, വാൻ ഹ്യൂസൺ, എന്തൊക്കെയാ, നോർത്ത് റിപ്പബ്ലിക്, പാൻ അമേരിക്ക, എല്ലാ ബ്രാൻഡും, ഒരുവിധം ബ്രാൻഡെല്ലാം നല്ല തിരക്ക് കടയിൽ. 50% ഓഫ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. Buy 1 get 1 ഫ്രീ, അതുകൊണ്ടാണ് തിരക്ക്. ഓ ഗ്യാസും വണ്ടി. ഗ്യാസിന് പിടിയും വലിയും. ഗ്യാസും വണ്ടി. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വഴി തന്നെ നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ അവിടെ അബ്ദുൽ കലാം, ഫോമർ പ്രസിഡൻറ്റ് അബ്ദുൽ കലാം സാറിൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി വെച്ചിട്ടുണ്ട്. APJ അബ്ദുൽ കലാം. ഇത് മാഹി ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ വണ്ടിയാണ്. മാഹി തലശ്ശേരി വണ്ടി. അതുകൊണ്ടോ നേരെ മുമ്പ് കാണുന്ന അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാമിൻ്റെ പ്രതിമയാണ്. ഫോമർ പ്രസിഡൻറ്റ്. അപ്പോൾ ഇതാണ് ആ പ്രതിമ. അപ്പോൾ ഇവിടെ നിന്ന് നീങ്ങാം. അപ്പോൾ നേരെ അവിടെ കാണുന്ന തലശ്ശേരി പോലീസ് സ്റ്റേഷൻ, ട്രാഫിക് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ തുടങ്ങിയ വഴി തന്നെ എത്തി.